നമസ്കാരം, എല്ലാവർക്കും സിംപ്ലിഫൈയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. ഇന്ന് വളരെ രസകരമായിട്ട് കേൾക്കാൻ നല്ല രസമുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ തവണയും നമ്മളുടെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസ് എങ്ങനെയാണ് 5 ടിപ്സിലൂടെ സോൾവ് ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് ക്ലിനോമാനിയ എന്നാണ്. വളരെ രസകരമായൊരു പേരാണ്. പക്ഷേ ഈ സിറ്റുവേഷൻ ഇന്നത്തെ ജനറേഷനിൽ പല ആൾക്കാരെയും വല്ലാണ്ട് അലട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉറക്കം മതിയാവാതെ വരുന്ന ഒരു സിറ്റുവേഷനാണ്. എത്ര കഴിഞ്ഞാലും ഉറക്കം കഴിഞ്ഞാൽ പോലും നമുക്ക് എണീക്കാൻ തോന്നാതിരിക്കുന്ന ഒരു വളരെ മടി പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് എഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പം എന്തായിരിക്കും സിറ്റുവേഷൻ? നമുക്ക് രാവിലെ എണീക്കാൻ തോന്നൂല, സ്കൂളിലും കോളേജിലും പോകാൻ തോന്നൂല, ഇനി അഥവാ പോയാലും ഭയങ്കര തളർച്ച തോന്നുക, നമുക്ക് മടി പിടിക്കുക, അതുപോലെ മറ്റൊരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക, സ്ലോലി ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ഈ ഫണി നെയിം പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹെൽത്തി സ്ലീപ്പ് എന്ന് പറയുന്ന നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മെൻ്റൽ വെൽബീയിങ് ആയിക്കോട്ടെ, ഫിസിക്കൽ വെൽബീയിങ് ആയിക്കോട്ടെ, അതിന് നിർബന്ധമായും നല്ലൊരു ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ വേണം. ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ എന്ന് പറയുമ്പോൾ രാത്രി മുഴുവൻ എണീറ്റിരുന്ന് TV കണ്ടിട്ട് രാവിലെ സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ ആവില്ല. നമ്മളൊരിക്കലും രാത്രി സഞ്ചരിക്കുന്ന നൊക്ടേണൽ ആനിമൽസ് അല്ല. മനുഷ്യൻ രാത്രിയാണ് ഉറങ്ങേണ്ടത്, രാവിലെ എണീറ്റ് പ്രവർത്തിക്കുകയും ചെയ്യണം, അല്ലേ? അങ്ങനെ വരുമ്പോൾ കറക്റ്റ് സമയത്ത് ഒരു മാക്സിമം ഒരു 10-10:30 നമ്മൾ ഉറങ്ങിയിരിക്കണം. അതുപോലെ രാവിലെ എത്ര നേരത്തെ വേണമെങ്കിലും എണീക്കാം. 5 മണിക്ക് എണീക്കേണ്ടവർക്ക് 5 മണിക്ക് എണീക്കാം, ഇല്ല 6 മണിക്കോ 7 മണിക്കോ എത്ര മണിക്ക് വേണമെങ്കിലും നമുക്ക് എണീക്കാം. പക്ഷേ ആ ഉറങ്ങുന്ന സമയം യാതൊരു പേടിയും ഇല്ലാതെ, യാതൊരു ആങ്സൈറ്റി ഇല്ലാതെ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ നന്നായി ഉറങ്ങാൻ കഴിയണം. അങ്ങനെ ഉറങ്ങുന്ന ഒരവസ്ഥയ്ക്കാണ് ഒരു ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. അത് എഫക്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ക്ലിനോമാനിയ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ടിപ്പ് നമ്പർ 1, നല്ലൊരു സ്ലീപ്പ് റുട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഒരു പ്രത്യേക സമയമാകുമ്പോൾ നമ്മുടെ ബാക്കി ജോലിയെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഉറങ്ങാൻ തയ്യാറെടുക്കുക. അങ്ങനെയാണ് നമ്മൾ നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. രണ്ടാമതായി, നമ്മൾ ഉറങ്ങുന്ന സ്ഥലം, നമ്മളുടെ ബെഡ്റൂം, അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. അവിടെ TVയോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും വെക്കാതിരിക്കുക. നമുക്ക് TV വെക്കാൻ വേണ്ടി വേറൊരു റൂം യൂസ് ചെയ്യാമല്ലോ. നമ്മുടെ ലാപ്ടോപ്പും വർക്ക് ചെയ്യുന്ന സ്ഥലത്തും മൊബൈലും എല്ലാം നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം. ഉറങ്ങാൻ തീരുമാനിക്കുന്ന സമയം അത് 9:30 ആയിക്കോട്ടെ, 10 മണി ആയിക്കോട്ടെ, മാക്സിമം 10:30 ആയിക്കോട്ടെ, ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മളുടെ മൊബൈലും ലാപ്ടോപ്പും TVയും എല്ലാം നമ്മളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ആക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി തുടങ്ങും, ഇത് എനിക്ക് ഉറങ്ങേണ്ട സ്ഥലമാണ്, ഇവിടെ വരുമ്പോൾ ഞാൻ ഉറങ്ങണം എന്നുള്ളത്. ഈ നല്ലൊരു ബെഡ്റൂം സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് അതൊരു ക്ലീൻ എൻവയറമെൻ്റ് ആയിരിക്കണം. ആദ്യം വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു എൻവയറമെൻ്റ് ആയിരിക്കണം. നമ്മുടെ ഷീറ്റ് നമ്മൾ ആവശ്യം അനുസരിച്ച് മാറ്റണം. അതുപോലെ നമ്മളുടെ റൂമിൽ വല്ലാണ്ട് പൊടിയും ഡസ്റ്റും ചിലന്തി വലയും ഒന്നും പാടില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ലാവൻഡർ എന്ന് പറയുന്ന സെൻറ്റ് നമ്മൾ എപ്പോഴൊക്കെ ഉപയോഗിക്കുമോ അപ്പോഴൊക്കെ നമ്മുടെ ബോഡിയും മൈൻഡും റിലാക്സ്ഡ് ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രാത്രി കുളിച്ചതിന് ശേഷം ലാവൻഡറിൻ്റെ ഫ്രേഗ്രൻസ് ഉള്ള പൗഡർ യൂസ് ചെയ്യുമോ, റൂം ഫ്രഷ്നർ ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ ചെറിയ സെൻറ്റഡ് ക്യാൻഡിൽസ് കത്തിക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് മാത്രമല്ല ബോഡി വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ പോവും. അത് നമുക്ക് നല്ലൊരു ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു ബെഡ്റൂം സെറ്റിങ്സ് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മൂന്നാമത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഉണർത്തിയിരുത്തുന്ന കഫെയിൻ അല്ലെങ്കിൽ നിക്കോട്ടിൻ ഇങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി മീൽസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിന്നർ ടൈം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് നിർത്തുക. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായും സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല. അതുപോലെ കഫെയിൻ, കോഫി ഇങ്ങനെ ഉള്ള നമ്മളുടെ ബോഡിയെ അലേർട്ടാക്കുന്ന വസ്തുക്കളെല്ലാം നമ്മുടെ ഡയറ്റിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കുക. നാലാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉറക്കം ഇംപ്രൂവ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്സ്, അത് നമുക്ക് ഫോളോ ചെയ്യാം. നമ്മൾ കിടന്നതിന് ശേഷം നമുക്ക് ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്യാം.
പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആയി തുടങ്ങും. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കാം. അതിനു മുമ്പ് നമുക്കൊരു ഓയിൽ മസാജ് എടുക്കാം. തലയിൽ എണ്ണ തേക്കരുത് രാത്രി, അത് നമുക്ക് പലർക്കും പറ്റൂല. പക്ഷേ ബോഡിയിൽ നമുക്ക് ചെറുതായിട്ട് ഓയിൽ മസാജ് എടുത്തിട്ട് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉറക്കം നല്ല ഡീപ്പായിട്ട് വരും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുന്ന വെള്ളത്തിൽ ബേത്തിങ് സോൾട്സ് ഇടാം. അതും നമ്മുടെ സ്ലീപ്പ് പാറ്റേണിനെ നല്ല പോസിറ്റീവായിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യും. നമ്മളീ പറഞ്ഞ 4 ടിപ്പും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്കൊരു ഹെൽത്തി സ്ലീപ്പ് റുട്ടീൻ നിങ്ങളുടെ ലൈഫിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഈസ് എ ഡീപ്പർ ഇഷ്യൂ. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇന്നത്തെ ടിപ്പ് നമ്പർ 5. സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് വെൻ റിക്വയർഡ്. ഇറ്റ് ഈസ് ഓക്കെ ടു സ്പീക്ക്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി നമ്മളുടെ പ്രോബ്ലം പറയുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതും ആണ് ഏറ്റവും റൈറ്റ് റെമഡി. അതാവുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ തന്നെ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടട്ടെ. ഇനി അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വി ആർ ഓൾവേസ് ദെയർ ടു സപ്പോർട്ട് യു. താങ്ക് യു. This is Sindhu Nandakumar, consultant psychotherapist at Atmasutra Mind Care.